ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇവിടെ ഞാൻ അവിയലിക്ക് എടുത്തിട്ടുള്ള പച്ചക്കറികൾ മുരിങ്ങക്കായ, കുമ്പളങ്ങ, പച്ചക്കായ, ക്യാരറ്റ്, പയറ്, പിന്നെ കയ്പ്പയ്ക്ക, ചേന ഇവയൊക്കെയാണ്. ഇവിടെ ഇപ്പം നമ്മൾ കയ്പ്പയ്ക്ക എടുക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിയൽ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പച്ചക്കറി എടുക്കാം. ആദ്യം ചെയ്യേണ്ടത് പച്ചക്കറികളെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി ഒരു ഓട്ടപാത്രത്തിലാക്കി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ഇപ്പോൾ ഇവിടെ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. അത് നമുക്ക് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറി വെന്തതിന് ശേഷവും ചേർക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ നല്ല ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചതച്ചെടുക്കാം. 1.5 മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് നമുക്കിവിടെ ആവശ്യത്തിന് എടുത്താൽ മതി, എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ വെള്ളം ചേർക്കാതെ വേണം ഇത് ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കഴുകിയെടുത്ത പച്ചക്കറീൻ്റെ വെള്ളം തന്നെ ഇതിലുണ്ട്. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അവിയലിക്ക് പച്ചക്കറികൾ കൂടുതൽ വെന്തുടയേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.